എന്താ മോളെ ഇത്? കാലിന് സുഖമില്ലാന്ന് ഓർക്കണ്ടേ? മോളെന്തിനാ മുറ്റത്തിറങ്ങി കളിക്കുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കി വെച്ച് പാവം വന്ദനയെ കരയിക്കണോ? പുറത്തൊന്നും ഇറങ്ങല്ലേന്നല്ലേ വന്ദന പറഞ്ഞിരിക്കുന്നത്? ഓ ഏയ്, മോള് കരയണ്ട. കരയാൻ പറഞ്ഞൊന്നല്ലല്ലോ അങ്കിള്. മുറിയിരുന്ന് ബോറടിച്ചു അങ്കിളെ. പകല് കിടന്നുറങ്ങില്ലെന്ന് വന്ദനമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ വിനുങ്ങളിനൊപ്പം കളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലല്ലോ മോളെ. മോള് കൊതി തീരുവോളം കളിച്ചോ. കാല് സൂക്ഷിക്കണമെന്നല്ലേ അങ്കിള് പറഞ്ഞോളൂ. ഒന്ന് ചിരിച്ചേ. ചിരിക്കേ, ഒന്ന് ചിരിച്ചടി. മോൾക്ക് അങ്കിൾ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ മോളെ ചോക്ലേറ്റ്. മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. ആവശ്യം പോലെ കഴിച്ചോ. അങ്കിളല്ലേ തരുന്നത്, വാങ്ങിക്കേ. നല്ല ചോക്ലേറ്റാ, കഴിക്കേ. മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? വിനുവങ്കൾ ഒളിച്ചിരിക്ക, കണ്ടുപിടിക്കണം. ആഹാ, മോളെ അങ്കിള് സഹായിക്കാം. വാ. അങ്കിൾ എടുക്കണോ? വേണ്ട. സൂക്ഷിച്ചു വാ. ദേ ഇരിക്കുന്നു വിനു. കണ്ടുപിടിച്ചല്ലോ. ആരും കാണിച്ചെന്നതൊന്നുമല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. കളിച്ചോ കളിച്ചോ കളിച്ചോടാ. മിഠായി കഴിക്കാം. അങ്കിളെന്തിനാ പിടിക്കുന്നേ? വാ കഴിക്കാം. പ്രകാശങ്ങള് തല്ലില്ല. പ്രകാശങ്ങളിന് ഇപ്പൊ ഭയങ്കര സ്നേഹമാ. സത്യം, തല്ലില്ല. നമുക്ക് മിഠായി കഴിക്കാം. വന്ദനമ്മേ, പ്രകാശങ്ങള് വാങ്ങിത്തന്ന മിഠായ ഇത്. പ്രകാശേട്ടന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല.
മോളെ വെച്ച് എന്നെ കയ്യിലെടുക്കാനും പദ്ധതിയെന്ന് തോന്നുന്നു. എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യസാധ്യം ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനൊന്നും ആയിരിക്കില്ല വന്ദനെ. പ്രകാശേട്ടന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്. മോളെ ഒരു മിഠായി ഇങ്ങെടുത്തേ. ദാ. ദാ. നീ കഴിച്ചോ? എന്റെ ഭർത്താവ് വാങ്ങിയ മിഠായി ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. വന്ദനമ്മയ്ക്ക് വേണോ? വേണ്ട. മോളെ കളിച്ചതൊക്കെ മതി. കല്ല് കളിച്ച വീട്ടിൽ കടം കയറുന്നാ പറയാ. ചെന്ന് അമ്മ ഇന്നലെ പറഞ്ഞു തന്നതൊക്കെ പഠിച്ചു വെക്ക. മിഠായി ഒരുപാട് കഴിച്ചോ? ഞാനും വിനുവെങ്കിലും കൂടി മുട്ടായി 4-5 കഴിച്ചു. അത് കൊള്ളാം. വിനോട്ടാ, കുട്ടികളെ മിഠായി കൂടുതൽ തിന്നാൻ പാടുണ്ടോ? പിന്നെന്തിനാ മിഠായി കഴിപ്പിച്ചത്? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്കൊരു സ്ഥലം വരെ പോകണം. ദിയമോൾക്ക് ഫിസിയോതെറാപ്പി നടക്കല്ലേ? നല്ല ചെലവുണ്ടായിരിക്കുമല്ലോ. എത്ര പണം വേണമെന്ന് വെച്ചാലും ചോദിച്ചോളൂ, ഞാൻ തന്നേക്കാം. എത്ര കാശാ വേണ്ടേന്ന് പറഞ്ഞു? തൽക്കാലം കാശൊന്നും വേണ്ട ഏട്ടാ. ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പണച്ചെലവുമില്ല. എല്ലാം ദേവിയുടെ അനുഗ്രഹം. അത് നന്നായി. തെറാപ്പി കഴിഞ്ഞാൽ കുട്ടിക്ക് ടോണിക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഏത് ടോണിക്കാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ എത്തിച്ചോളാം. അല്ല, ഇത്രയധികം മിഠായി എന്തിനാ വാങ്ങിച്ചു കൊടുത്തേ? വലിയ വീട്ടിൽ നല്ല നിലയിൽ കഴിഞ്ഞ കുട്ടിയല്ലേടി. നമ്മുടെ പണത്തിന്റെ കുറവൊന്നും കുട്ടിയെ അറിയിക്കരുത്. ദിയുടെ കാര്യത്തിന് എത്ര പണം മുടക്കാനും എനിക്കൊരു മടിയില്ല. അതോർത്ത് നിനക്കൊരു ടെൻഷനും വേണ്ട. കുട്ടിയോട് ദേഷ്യം കാണിക്കുകയും വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചതാ. പിന്നീട് മനസ്സിലായി, ആരോരുമില്ലാത്തൊരു കുട്ടിക്ക് അല്പം ആശ്വാസം പകരുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്ന്. മോൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട അങ്കിളെ. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ദിയമ്മൾക്ക് ബുക്കും പെൻസിലും പേനയും വേണം. ശരി, അതൊക്കെ ഞാൻ മേടിച്ചു തരാം. പ്രകാശേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കുമോളെ. അല്ല, ഏട്ടന് എന്ത് കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുള്ളത്? ഒന്നും വേണ്ട. മൂത്ത സഹോദരനാണെന്നുള്ള പരിഗണനയും സ്നേഹവും കിട്ടിയ മാത്രം മതി. അതിനപ്പുറം ഒരു കാര്യവും എനിക്ക് നിന്നെ കൊണ്ട് സാധിക്കാനില്ല. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ. വരട്ടെ. ഈശ്വര, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിനുവേട്ടൻ ഇപ്പൊ കാണിച്ചത് എന്തെന്ന് മനസ്സിലായോ? വലിയ വട്ടം വരച്ച് കാണിച്ചതിന് ലോകം എന്നാണ് അർത്ഥം. ലോകം
അവസാനിക്കാൻ പോകുന്നു എന്നാ ഉദ്ദേശിച്ചത്. പ്രകാശന്റെ മാറ്റം കണ്ട അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. വന്ദനമ്മ പെട്ടെന്ന് വന്നേക്കാം. അതെ, മുറിയിലിരുന്ന് പഠിക്കണം കേട്ടോ. അല്ല, വിനോട്ടിന് ജോലിയൊന്നുമില്ലേ? അതെ, ഇത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചോ, ഇവൾക്കിനി കൊടുക്കണ്ട. എങ്ങനെയും ശ്യാമിനെ ഒന്ന് കാണണം. ആദ്യം ശ്യാമിന്റെ കോളേജിൽ പോയെന്ന് അന്വേഷിക്കാം. അച്ഛമ്മേ, എന്തൊരു മൂഡൌട്ടായിട്ട് ഇരിക്കുന്നേ. വിനുവും ദിയമോളൊന്നും കൂട്ടിനില്ലേ? വയസ്സാവുമ്പോ ദൈവം മാത്രമേ കൂട്ടിനുണ്ടാവൂ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിലും അതെ. എന്നാൽ ആ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദാ നോക്കിയേ, ടണ്ടടണ്ടണ്ടണ്ടേ. ഇതേ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മുറുക്കാൻകൂട്ട. നല്ല തളിർവെറ്റിലിൻ, ഇളം പാക്കും, ചൊകചൊകപ്പൻ പുകയിലിൻ, നല്ല പാല് പോലത്തെ ചുണ്ണാമ്പും. ഗണപതി അണ്ണാച്ചിയുടെ സ്പെഷ്യൽ മുറുക്കാൻ കൂട്ടാണത്. നാടൻ മുറുക്കാന്റെ ലഹരിയും കിട്ടും, നല്ല മധുരവും ആസ്വദിക്കാം. അവിടെ വെച്ചേക്ക്. എപ്പോ തുടങ്ങി പുതിയ പരിഷ്കാരങ്ങളൊക്കെ? പരിഷ്കാരങ്ങളൊന്നും തീർന്നിട്ടില്ല അച്ഛമ്മേ. കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ നിയന്ത്രണവും ഞാൻ എടുത്തങ്ങോട്ട് കളഞ്ഞു. അയ്യോ, ഇപ്പൊ അച്ഛമ്മ കാണുന്ന ശ്രീകൃഷ്ണലീലയുടെ സമയല്ലേ? വെറുതെ ഇരിക്കാതെ TV കാണൂ എന്റെ അച്ഛമ്മേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ എന്നെ അത്ഭുതപ്പെടുത്തി കൊല്ലാതെ. വിയർത്തൊലിച്ചിരുന്ന TV കാണണ്ട, ഫാനും ഞാൻ ഇട്ട് തരാം. ഇടയ്ക്ക് ചായ വേണമെങ്കിലേ സുചിത്രയെന്നൊരു വിളി വിളിച്ചാ മതി. നല്ല കടുപ്പത്തിലുള്ള ചായ ഇട്ട് തരാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരൂ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, പരീക്ഷിക്കാൻ നീ ബഹുവും എടുക്കാനാ. ക്രൂരമ്മ നീ ക്രൂരമായിട്ട് പരീക്ഷിക്കുകയാണോ? അമ്മേ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ആ സംശയം എനിക്കും ഉണ്ട് എന്റെ ചന്ദ്രിക. പ്രകാശം പിശുക്കൊക്കെ നിർത്തി പണം ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുചിത്ര, നിന്റെ ശുക്രദശ തെളിഞ്ഞടി, തെളിഞ്ഞു. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛമ്മേ. അവന് ഏതോ മാർഗത്തിലൂടെ പണം വരുന്നുണ്ട്. അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് മനസ്സിലാക്കാൻ എന്താ ഒരു വഴി? കാൽ കാശിന് വകയില്ലാത്ത കുചേലനെ ഭഗവാൻ വാരിക്കോരി കൊടുക്കുന്ന എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത്. അതിരുന്ന് കൺകുളിർക്കെ കാണന്റെ മക്കളെ. അയ്യോ, ഇതാ കറണ്ട് പോയി. അയ്യോ, ചതിച്ചോ? എന്തു പറ്റിയമ്മ? അശുഭ ലക്ഷണം, കറണ്ട് പോയി. നല്ല എറണം കെട്ടവനാണ് പ്രകാശൻ. അവനൊരു നല്ല കാര്യം ചെയ്യാൻ പോയി, കറണ്ടും പോയി. വളരെ ഉത്സാഹത്തോടെ വായിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോടാ. എന്തോന്നാടാ അത്? ആഹാ, ചിത്രകഥയാ? കൊള്ളാം മക്കളെ. മുലകുടി മാറാത്ത നീ ഈ ചിത്രകഥ തന്നെ വായിക്കണം. പോത്തുപോലെ വളർന്നു, അതിനനുസരിച്ചിട്ട് അറിവൊന്നും വളർന്നിട്ടില്ല. അങ്ങനെയുള്ള മന്ദബുദ്ധി ടൈപ്പുകൾ ഇത് തന്നെ വായിക്കണം. അതെ, ഈ കഥകളൊക്കെ അച്ഛനും മനസ്സിരുത്തി വായിക്കുന്നത് അച്ഛന് ഗുണം ചെയ്യും.
പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി എനിക്ക് വളർന്നിട്ടില്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എന്നല്ല അച്ഛാ, ഈ കഥകളിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് നല്ല ഗുണപാഠങ്ങളുണ്ട്. അച്ഛൻ എത്രയോ വേദികളിൽ പ്രസംഗിക്കാൻ പോയതാ. ഇതിലെ കഥകളെടുത്ത് പ്രയോഗിച്ച ഒരു സൂപ്പർ പ്രസംഗം തന്നെ നടത്താം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നുമല്ല, എനിക്ക് വിവരം വച്ചിട്ടില്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അല്ലടാ, നിന്റെ ഭാര്യ ഒളിയമ്പ് തൊടുക്കാൻ പിടിക്കുകയാണല്ലോ. ആയനക്കേട് നിനക്കും പകർന്നു കിട്ടിയതാ, ഉറപ്പാ. അല്ലടാ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്ന നോക്കിയേ. എന്തോ ഭഗീരഥ പ്രയത്നം കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. ഒരു വൃദ്ധസദനത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിലായിരുന്നു. എന്നോടൊപ്പം പാർട്ടി പ്രവർത്തകരായ കുറച്ചു പേര് സഹകരിച്ചു. ചേറും പുല്ലും ചവറും ഒക്കെ നിറഞ്ഞ് വൃത്തികേടായി കിടന്ന കിണറ് വൃത്തിയാക്കി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. നന്നായിടാ മോനെ. ഈ രാഷ്ട്രീയത്തിൽ ഇമേജ് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ സൗജന്യ സാമൂഹ്യ സേവനം. ഇതെന്തിനാ? ജഗൻ പറഞ്ഞല്ലോ, നീ കേട്ടോ? ഇല്ല. കേൾക്കില്ല. എടാ, 10 തൊട്ട് കൂടുതൽ കിട്ടുന്ന പ്രവൃത്തി ചെയ്തിട്ടാ എന്റെ മകൻ വന്നിരിക്കുന്നത്. എടാ, ചിത്രകഥ വായിച്ചോണ്ടിരുന്ന വോട്ട് കിട്ടൂടാ. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ മകൻ ജഗനൊരു മുതൽക്കൂട്ടും നീ ഒരു വേസ്റ്റിന്റെ കൂട്ടവുമാണെന്ന്. മനസ്സിലായോ? നമസ്കാരം. നമസ്കാരം. സാഗർ. സാഗറോ? ജഗ, അച്ഛനിപ്പോ വരാം മക്കളെ. ഒരു പേജ് പോലും ഇവിടെ കംപ്ലീറ്റ് വായിച്ച് പഠിച്ചോ. സെക്രട്ടറി വാ. സാറിനെ നേരിട്ട് വിളിക്കരുതെന്ന് സാറ് സാഗറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതെ, തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പരസ്പരം നേരിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അത് സുരക്ഷിതമല്ല. സാഗറിന്റെ രീതികളും നമ്മുടെ രീതികളും തികച്ചും വ്യത്യസ്തമാണ്. വിദ്യാഭ്യാസമുള്ളവരുടെ മെത്തേഡുകൾ വിദ്യാഭ്യാസം കുറഞ്ഞാൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. നമുക്കല്ല, തനിക്ക്. പ്രകാശിനെ വലയിൽ വീഴ്ത്തിയ സാഗറിന്റെ ബുദ്ധിയെന്ന് നോക്കാം. വളരെ തന്ത്രപരമായി സ്മൂത്തായിട്ടല്ലേ സാഗർ പ്രകാശിനെ വീഴ്ത്തിക്കളഞ്ഞത്. സ്വന്തം സഹോദരിയെ ചതിക്കാൻ സ്വന്തം സഹോദരനെ തന്നെ രംഗത്തിറക്കിയില്ലേ? അത് ശരിയാ. സാഗറിന്റെ കരുനീക്കങ്ങൾ എനിക്ക് നന്നായിട്ട് ബോധിച്ചു. എങ്കിൽ ഇനിയുള്ള എല്ലാ നീക്കങ്ങൾക്കും നമ്മൾ സാഗറിനെ കൂട്ടുപിടിക്കണം. സാഗറിനെ മുന്നിൽ നിർത്തണം. എന്തിന്? വന്ദന സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് അതല്ലേ സാറിന്റെ തലവേദന? ആ തലവേദന മാറ്റാനുള്ള മരുന്ന് സാഗറിന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? അല്ല, എന്താ അച്ഛനും സെക്രട്ടറിയും തമ്മിലൊരു ഗൂഢാലോചന? എന്ത് കൂടാലോചന? അങ്ങനെയൊന്നുമില്ലെന്നേ. കുറെ സൽപ്രവൃത്തി ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചതാ. എന്നാ പിന്നെ നടക്കട്ടെ. നമ്മളെന്തെങ്കിലും അബദ്ധം പറഞ്ഞോ? ഇവന് നഴ്സറി സ്കൂളിൽ ചേർക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അമ്മേ, അച്ഛൻ എന്നോട് കടുത്ത നീരസത്തിലാണെന്ന് എനിക്കറിയാം.
എല്ലാം എന്റെ കയ്യിലെ തെറ്റാ. പറയാൻ പാടില്ലാത്ത വാക്കുകളാ ഞാൻ അമ്മയോട് പറഞ്ഞത്. ഒന്നും മനഃപൂർവ്വമല്ല അമ്മേ. എല്ലാവരും എന്റെ പണത്തിൽ ഉന്നം വയ്ക്കുന്നു എന്ന് തോന്നലുണ്ടാവുമ്പോഴാ ആ രീതിയിൽ പെരുമാറിപ്പോകുന്നത്. അച്ഛനോട് എനിക്ക് മാപ്പ് തരാൻ പറയണം. അച്ഛനോട് ഈ കാര്യം നേരിട്ട് പറയാനുള്ള ധൈര്യം പോരാ, അതാ. എല്ലാം കേട്ടിട്ട് ദേഷ്യപ്പെടാതെയുള്ള അച്ഛൻ്റെ ഒരു ചിരിയുണ്ട്, അതാ എന്നെ തളർത്തുന്നത്.